മാരേജ് ചെയ്യുന്ന സമയത്ത് MBBS കഴിഞ്ഞിട്ടേ ഉള്ളൂ വൈഫിന്. ഞാൻ MD കഴിഞ്ഞു. വൈഫ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. വൈഫിന് ജനറൽ മെഡിസിനിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. ഞാനാണെങ്കിൽ ജനറൽ മെഡിസിൻ ജസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അവളടുത്ത് പറഞ്ഞു, ജനറൽ മെഡിസിൻ മാത്രം എടുക്കരുത് പ്ലീസ്, എനിക്ക് വയ്യ. ഞാൻ എൻ്റെ രാത്രി ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഇപ്പൊ കഷ്ടപ്പെട്ട് വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അവൾക്ക് രാത്രി കോൾ ഉണ്ടെങ്കിലും എൻ്റെ ഉറക്കം പോകില്ലേ. ആദ്യത്തേല് ഞാൻ ഓൾമോസ്റ്റ് ലാസ്റ്റിലായിരുന്നു. ഫസ്റ്റത്തെ എക്സാമ്പിളിലൊക്കെ ഭയങ്കര മോശം, നെഗറ്റീവ് ഒക്കെ അടിച്ചിട്ടുണ്ട് കുറെ. പിന്നെ ഫ്രണ്ട്ലിക്ക് വന്നു ലാസ്റ്റ് ആകുമ്പോഴേക്കും. ഹായ് ഫിഷ് ഡോക്ടേഴ്സ്, എൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് അറിയോ? നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരാളാണ്, നിങ്ങളൊക്കെ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു അടിപൊളി ഡോക്ടർ വിഷ്ണു എൻഡോ. ഡോക്ടർ വിഷ്ണു എൻഡോ അല്ലല്ലോ ശരിക്കുള്ള പേര് ഡോക്ടറിന്റെ? ഡോക്ടർ വിഷ്ണു വാസുദേവൻ. യെസ്. അപ്പോൾ ഡോക്ടർ വെൽക്കം ടു സൈലം ആൻഡ് വെൽക്കം ടു സൈലംസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് കുറേ പേരുണ്ട്. അവരിപ്പോൾ നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. നീറ്റ് അടുത്ത മാസമാണ്, കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അവരൊക്കെ ഇപ്പോൾ നല്ല ടെൻഷനിലാണ്. ഇപ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഞാൻ എഴുതണോ? പിന്നെ ഓരോ ദിവസം നമുക്ക് വരുന്ന മെസ്സേജസ് ആണ്, വിട്ട് കളഞ്ഞേക്കാം, വേണ്ട, ഇതൊന്നും വേണ്ട, പറ്റുന്നില്ല, ഭയങ്കര പ്രഷറാണ്. അപ്പോൾ കുറേ ഞാൻ പറഞ്ഞു കൊടുത്തു, ഇത്രയുള്ള ഒരു NCERT ആണ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ളത്. മെഡിസിന് പോകുമ്പോൾ ഇത്രയും വലിയ ബുക്കാണ്, ഇപ്പോഴേ ഇങ്ങനെ കരഞ്ഞാൽ എന്താവും എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല, ഭയങ്കര വിഷമാണ്. അപ്പോൾ ഡോക്ടർ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു ഫീൽഡില് ഡോക്ടറിന്റെ എക്സ്പീരിയൻസ് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഒട്ടും സംസാരിക്കില്ല, ഡോക്ടറാണ് സംസാരിക്കാൻ പോകുന്നത്. നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ആക്ച്വലി ചോദിച്ചത്. മോട്ടിവേറ്റ് ചെയ്തിട്ട് ഇനി മോട്ടിവേഷൻ ഉള്ളത് പോകുമെന്നാണ് എനിക്ക് പേടി. ഇല്ല, അതൊന്നും അവര് കേട്ടോളൂ, കുഴപ്പമില്ല. എന്തായാലും കൂടുതൽ പഠിക്കാനൊക്കെ ഉണ്ടാവും. നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് കൂടി തന്നെ പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഞാനും ഇങ്ങനെ തന്നെ വിചാരിച്ചു. മെഡിക്കൽ കോളേജിൽ കയറിയപ്പോൾ കിട്ടി MBBS, അപ്പോൾ നല്ല റാങ്ക് ഉണ്ട്, അപ്പോൾ ഇനി കഴിഞ്ഞു, എൻ്റെ ലൈഫ് സെറ്റായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെഡിക്കൽ കോളേജിൽ പോകുന്നത്. അവിടെ പോയ ഉടനെ കാണുന്ന ഇതാണ്, ടീച്ചേഴ്സും അവിടുത്തെ പ്രൊഫസേഴ്സും ഒക്കെ ഇൻവൈറ്റ് ചെയ്യണത് തന്നെ. കുറേ പഠിക്കേണ്ടാവും കേട്ടോ, അങ്ങനെ തന്നെ ഉഴപ്പാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങുന്നത്. പിന്നെ വാങ്ങാൻ പോകുമ്പോൾ ബുക്സ് കാണുമ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് വായിക്കാൻ. പക്ഷെ നല്ല എൻജോയ് ചെയ്ത് നമ്മൾ, ഇതാണ് മെയിനായിട്ട്. ഞാനിപ്പോൾ എൻ്റെ കുട്ടികളുടെ അടുത്തും ഇതന്നെ പറയാൻ പാടുള്ളൂ, നമ്മൾ പഠിക്കുന്നതും ഇതൊക്കെ എൻജോയ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കിതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ ഇതൊരു സ്ട്രെസ്സായിട്ടോ ഇതൊരു പണിഷ്മെൻ്റ് ആയിട്ടോ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്താണെങ്കിലും ഇത് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ കിട്ടിക്കഴിഞ്ഞാലും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ലാസ്റ്റ് ടൈമിൽ ഒന്നും കൂടി ഒന്ന് അത് ഉഷാറാക്കി പോളിഷ് ചെയ്തെടുക്കുക. പിന്നെ സ്ട്രെസ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും ചെയ്യുക. ഞാനൊക്കെ മെഡിറ്റേഷനൊക്കെ ചെയ്യാറുണ്ട് അന്നത്തെ കാലത്തൊക്കെ. ചെയ്യായിരുന്നു എക്സാമിന് പോണതിന് മുമ്പൊക്കെ ഒരു 15-20 മിനിറ്റ് ഒക്കെ മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് പോവാം. അപ്പോൾ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ആവും നമുക്ക്, അല്ലേ? എന്താ ഞാനിപ്പോ മെഡിറ്റേഷന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്കും വീഡിയോയിൽ ഇങ്ങനെ ഇവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, അതായത് നിങ്ങൾ രാവിലെ ഒരു 20 മിനിറ്റ്സ് മെഡിറ്റേറ്റ് ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞ് കുറെ ടിപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കായിരുന്നു. അപ്പോൾ ഈ ഇതില് ഇപ്പം ഡോക്ടർ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എൻട്രൻസ് എക്സാം ഏതായിരുന്നു? AIPMT ആയിരുന്നോ അതോ നീറ്റ് തന്നെയായിരുന്നോ എഴുതിയത്? AIPMT ആയിരുന്നു. അപ്പൊ അതിന് ഡോക്ടർ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ. പക്ഷെ റെഗുലറായി പോയി, അതാണ്. പൈസ കൊടുത്തു. എന്തായാലും എല്ലാ സൺഡേസും, സൺഡേ മാത്രമായിരുന്നു ക്ലാസ്. ഞാൻ ഇതായിരുന്നു റെഗുലർ ബാച്ചിൽ തന്നെ കിട്ടിയതായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടി. പ്ലസ് ടുക്കാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, സൂപ്പർ കിങ്സുകാരോടാണ് പറയുന്നത്. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്ന് ഓർത്ത് കരയുന്ന കുറെ പേരുണ്ട്. ഓക്കെ, ഡോക്ടർ വലിയ ഡയലോഗൊക്കെ അടിക്കുമെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത ആളാണ് കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു പ്രതീക്ഷ അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല തുടക്കത്തില്. പിന്നെ അതിനെപ്പറ്റി അധികം ആലോചിക്കാതെ ഞാൻ അപ്പപ്പം ചെയ്യുന്നത് മാത്രം അങ്ങനെയാണ് അന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വീക്കത്തെ കാര്യം നോക്കാം, ബാക്കിയുള്ളത് വരുമ്പോൾ നോക്കാന്നുള്ള രീതിയിൽ ഓരോ ആഴ്ചയും അന്ന് ആ ആഴ്ച പഠിക്കാനുള്ളത് കറക്റ്റായി പഠിച്ചു പോയി. പിന്നെ നെക്സ്റ്റ് എക്സാമിന് എത്രയും നന്നായി പ്രിപ്പയർ. ആദ്യത്തേല് ഞാൻ ഓൾമോസ്റ്റ് ലാസ്റ്റിലായിരുന്നു. ഫസ്റ്റത്തെ എക്സാമുകളിലൊക്കെ ഭയങ്കര മോശം, നെഗറ്റീവ് ഒക്കെ അടിച്ചിട്ടുണ്ട് കുറെ പ്രാവശ്യം. PC തോമസ് ഒക്കെ നോക്കുമല്ലോ നെഗറ്റീവ്. പിന്നെ ഫ്രണ്ട്ലിക്ക് വന്നു ലാസ്റ്റ് ആകുമ്പോഴേക്കും. പിന്നെ കുറച്ചൊരു കോമ്പീറ്റ് ചെയ്യാൻ 1-2 ടീംമേറ്റ്സ് ഉണ്ടായിരുന്നു അന്ന്. ഇപ്പൊ അവരൊക്കെ നല്ല വലിയ പൊസിഷനിലുള്ള ഡോക്ടേഴ്സ് ഒക്കെ എയിംസിലൊക്കെ കിട്ടിയോളും. ഓക്കെ, അങ്ങനെ നല്ലൊരു ബഡിയെ കിട്ടുമ്പോൾ അയാളായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നല്ല, ആക്ച്വലി ഹെൽത്തി കോമ്പറ്റീഷൻ. അത് പഠിക്കുന്നുണ്ട്, അപ്പം ഞാനും പഠിക്കണമല്ലോ എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ പോയി. എന്തായാലും 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ
പക്ഷെ ആ സമയമാകുമ്പോഴേക്കും എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ആയിരുന്നു ലാസ്റ്റ് എത്തുമ്പോഴേക്കും തോന്നി കിട്ടാതെ. കാരണം അപ്പോൾ ഞാൻ വൺ ഓഫ് ദി ടോപ്സിൽ വരാൻ തുടങ്ങി, ഫസ്റ്റ് 10 റാങ്ക്സിലൊക്കെ വരാൻ തുടങ്ങി. അതായത് ഏറ്റവും താഴെ നിന്ന് ലൈക്ക് നെഗറ്റീവ് മാർക്സ് ഒക്കെ വന്നിട്ടാണ് പതുക്കെ ഇമ്പ്രൂവ് ആയി വന്നത്. ഓക്കെ, ഇവിടെ ഇവര് ആദ്യത്തെ മോക്ക് എക്സാം എഴുതുമ്പോൾ തന്നെ ഭയങ്കര ഡൗൺ ആവുകയാണ്, കിട്ടുന്നില്ല, സ്കോർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അത് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആകെ പെർഫോം ചെയ്യേണ്ടത് ആ ഒരു ദിവസം മാത്രമാണ്. അതെ അതെ, ബാക്കിയുള്ള ദിവസമുള്ളതൊക്കെ അതിനുള്ള പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ അങ്ങനെ ഫെയിലിയേഴ്സ് ആണ് നല്ലത് ആ സമയത്ത് തന്നെ സക്സസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ഓവർ കോൺഫിഡൻസ്. കുറെ ഫെയിലിയേഴ്സ് ആണ് അതിന് മുമ്പ് നല്ലത്. അന്നത്തെ ഒരു ദിവസം പെർഫോമൻസ് ആണല്ലോ ഇതെല്ലാം. അതാണല്ലോ, ദാറ്റ്സ് വാട്ട് മാറ്റേഴ്സ്. ഏറ്റവും അവസാനം അതാണല്ലോ വേണ്ടത്. ദാറ്റ്സ് നൈസ്. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണല്ലോ ലൈക്ക് മെജോറിറ്റി ഓഫ് ദി ഡോക്ടേഴ്സിനെ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഇതുവരെ അങ്ങനെ ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. അപ്പൊ ഡോക്ടറിനെ കുറിച്ച് ഞാൻ കണ്ടതും അറിഞ്ഞതും ഒക്കെ സോഷ്യൽ മീഡിയ ത്രൂ ആണ്. ലൈക്ക് ദ വീഡിയോസ് യു പുട്ട് ആൻഡ് ഹൗ യു ട്രൈ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ഡയബറ്റീസ് ആൻഡ് ഹൗ പീപ്പിൾ ഷുഡ് ബി സ്റ്റാർട്ടിങ് ദ ട്രീറ്റ്മെന്റ്സ് അറ്റ് ദ റൈറ്റ് ടൈം. അതൊക്കെ ഭയങ്കര ശരിക്കും ഇൻഫോർമേറ്റീവ് ആണ്. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ വന്ന് പറയുന്നതും അല്ലാതെ ഇപ്പൊ കാണുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് വന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ആളുകൾക്ക് അത് മനസ്സിലാവണില്ല എന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ഡോക്ടർ ഇങ്ങോട്ടേക്ക് ഈ ഫീൽഡിലേക്ക് വരാനുള്ള ഒരു കാരണം എന്താണ്, ലൈക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വരാൻ ഉള്ള റീസൺ? ഞാൻ ആക്ച്വലി DM ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിന്റെ വീഡിയോസ്, എനിക്ക് തോന്നുന്നു ഈ കോവിഡ് വന്ന സമയത്തായിരിക്കും ഈ ഇൻഫ്ലുവൻസേഴ്സ് ഭയങ്കരമായിട്ട് വന്നത്. ഓൺലൈനായിട്ട് സമയത്ത് ജോലിയൊന്നും ഇല്ലാതിരിക്കും. ഞങ്ങളൊക്കെ ഭയങ്കര പണിയായിരുന്നു. ഞാൻ ഫുൾ മാസ്ക് മറ്റേതൊക്കെ ഇട്ട് N95 അതും ഇതൊക്കെ ആയി ഫുൾ കവറിംഗ് ഒക്കെ ആയിട്ട് 24 മണിക്കൂറും പണിയാണ്. ഇവിടെ വന്നപ്പോഴും അതായിരുന്നു, മൗലാന ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തപ്പോൾ നിറഞ്ഞിരിക്കായിരുന്നു വാർഡുകളൊക്കെ. അപ്പൊ നമുക്കത് ഭയങ്കര പണിയാ. എന്നാൽ കുറെ ആൾക്കാർക്ക് ഒരു പണി ഉണ്ടായിരുന്നില്ല ആ ടൈമിൽ. അപ്പൊ അവരൊക്കെ നല്ലോണം ഇൻഫ്ലുവൻസസ് ആയി മാറി. പിന്നെ അവരുണ്ടാക്കിയ മിസ്കൺസെപ്ഷൻസ് കാരണം അല്ലെങ്കിൽ മിസ്ഇൻഫർമേഷൻ കാരണം ഞങ്ങൾ ഇവിടെ വന്നിരുന്നപ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് ആർക്കും അറിയില്ല. കുറേ ടെസ്റ്റുകൾ ചെയ്തു വരും, എന്തൊക്കെയോ ടെസ്റ്റ്, എന്തിനൊക്കെ ഇവരുടെ മൈൻഡിൽ എന്താണെന്ന് തന്നെ അറിയില്ല. പിന്നെ അവരോട് ഞാൻ ആദ്യമൊക്കെ പറയുന്നു, ഇതൊന്നും വിശ്വസിക്കരുത്, ഇവര് ഡോക്ടറൊന്നും അല്ല ഈ പറയുന്ന ആൾക്കാർ. അപ്പോൾ പറയുമ്പോൾ അവർ പറയും എന്താണ് അത് ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം ദേ ബിലീവ് ദം, ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യും ചില ആൾക്കാരെ. കാരണം ഞാനിപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, ഇവർ കുറേ ടിപ്സ് പറയുന്നുണ്ട്, വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ ഫോൾസ് ഓർ എനിത്തിങ്. ഇപ്പോൾ പീപ്പിൾ വാണ്ട് ടു ലിസൺ ടു ദോസ് ടിപ്സ്, ദേ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ ടിപ്സ്. ഞാനിപ്പോൾ ആകെ സയൻസ് മെഡിസിൻ എഴുതി കൊടുക്കുക, ഇത് മാത്രമേ എനിക്ക് അത്രേ സമയമുള്ളൂ. ഒന്നാമത് ഓരോ പേഷ്യൻറ്റിന് മാക്സിമം 2-3 മിനിറ്റ്സ് അല്ലേ കിട്ടുള്ളൂ, കൂടിപ്പോയ ഒരു 5 മിനിറ്റ്സ് കിട്ടുമായിരിക്കും, അത്രയുള്ളൂ. പിന്നെ ഫസ്റ്റ് ആയിട്ട് വരുന്ന പേഷ്യൻറ്റിനോടൊക്കെ ഞാനൊരു 10-15 മിനിറ്റ്സ് ഒക്കെ സംസാരിക്കും. ഇപ്പോൾ കുറച്ചും കൂടി അത് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഓൺ ആൻ ആവറേജ് നമുക്ക് കിട്ടുന്ന ഇത്രയാണ് ടൈം. ഇന്ററാക്ഷനേ ഉള്ളൂ. ഒരു ദിവസം 50-60 പേഷ്യൻ്റ് എനിക്ക്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ ടയേർഡ് ആവും, നമുക്ക് ഇത്ര സംസാരിക്കാൻ സമയമുണ്ട്, അല്ല എനർജിയും വേണ്ടേ വൈകുന്നേരം ആകുമ്പോഴേക്കും. അപ്പോൾ കുറേ എനിക്ക് തോന്നി, എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ബിക്കോസ് ഓഫ് മൈ ലാക്ക് ഓഫ് എനർജി ഐ ആം നോട്ട് ഏബിൾ ടു ടെൽ ദം. അതൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയാൽ ഇവരെ പോലെ ആവുമോ ഞാനെന്നുള്ളൊരു പേടിയായിരുന്നു. ആൾക്കാർ എന്നെ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുമോ, എസ്പെഷ്യലി മൈ കൊളീഗ്സ്, എൻഡോക്രൈനോളജിസ്റ്റും ബാക്കിയുള്ളവരൊക്കെ. ഞങ്ങളുടെ സർക്കിൾസിലൊക്കെ ഇവരെ കളിയാക്കി ഇങ്ങനെ സംസാരിക്കും. ഞാനിതിലിറങ്ങിയ എന്നെയും ഇവരെ അതുപോലെ കണക്കാക്കി ഒരു മനസ്സിലെ വിഷമായിരുന്നു. പിന്നെ ഇൻസിഡൻ്റലി ഐ വെന്റ് ഫോർ എ ഷോർട്ട് കോഴ്സ് ഓൺ പേഴ്സണൽ ബ്രാൻഡിങ് ഫോർ ഡോക്ടേഴ്സ്, IIM അഹമ്മദാബാദിൽ. അവിടെ 1 ഇയർ ബാക്ക് അവിടെ പോയ സമയത്ത് അവരാണ് എൻ്റെ ഇങ്ങനെ ഐ ഓപ്പണറായി മാറിയത്. അവർ സംസാരിച്ചു, ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പ്രോബ്ലംസ് ഒക്കെ പറയാൻ പറഞ്ഞു. ഇവിടെ ഒരു രാജേഷ് ചന്ദ്വനി എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഫസറുണ്ട്, മൂപ്പര് ഇങ്ങനെ എല്ലാം കേട്ടിരുന്നു എല്ലാ പ്രോബ്ലംസും. എന്നിട്ട് ഫൈനലി പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കാര്യത്തിൽ. ഞങ്ങൾ പ്രോബ്ലംസ് പറഞ്ഞത് ഇങ്ങനെ ആൾക്കാർ ഞങ്ങളെ പോലെ ക്വാളിഫൈഡ്, ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ട് ഞങ്ങളുടെ ക്വാളിഫിക്കേഷനൊന്നും നോക്കാതെ ആൾക്കാർ വിശ്വസിക്കുന്നത് ഇങ്ങനെ താൻ ക്വാളിഫൈഡ് ആൾക്കാരെയാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞപ്പോൾ മൂപ്പര് ഒരു ചെറിയൊരു പോയിന്റ് പറഞ്ഞു, ഹൗ ക്യാൻ പീപ്പിൾ നോ ദറ്റ് യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു. അത് നമ്മൾ അറിയില്ല, അവർക്ക് അറിയില്ലല്ലോ. ഇഫ് ദർ ഈസ് എ വോയിഡ് ഇൻ ദ സൊസൈറ്റി ആൻഡ് യു ആർ ദ റൈറ്റ് പേഴ്സൺ ടു ഓക്കുപൈ ദാറ്റ് സ്പേസ്, ദെൻ യു ഷുഡ് ഓക്കുപൈ ദാറ്റ് സ്പേസ്. ഇഫ് യു ആർ നോട്ട് ദെയർ ദെൻ യു കനോട്ട് കംപ്ലൈൻ, അല്ലേ? അപ്പോൾ അത് എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു ബ്രെയിനിൽ. അപ്പോൾ ശരിയാണ്, അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്, അപ്പോൾ ആ ഒരു ഓപ്പണിങ് എനിക്ക് വേണ്ടിയിരുന്നുള്ളൂ. അതർവൈസ് ഐ വാണ്ടഡ് ടു കം. പക്ഷേ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് മാറിയതോട് കൂടിയിട്ട് അതൊരു ക്ലിയർ ആയി. അതായത് ഇങ്ങനെ നമ്മൾ മടിച്ചു നിന്നപ്പോൾ പക്ഷെ ഇങ്ങനെ ഒരു കോഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് റിയലി ഗ്രേറ്റ് തിങ്, ദാറ്റ് ഓൾസോ റൺ ബൈ IIM. അപ്പോ അത് തന്നെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ട് തോന്നുമല്ലോ. പിന്നെ ഇതിൽ ബിസിനസ് എന്നുള്ള ഒരു ബാഡ് തിങ് ആണ്, അങ്ങനെ തോന്നലൊക്കെ മാറി. അവർ പറഞ്ഞു, ഞാൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിനെ നിലനിർത്തുന്ന ബിസിനസ് ആണ്, എല്ലാവരെയും നിലനിർത്തുന്ന ബിസിനസ് ആണ്. അതുപോലെ തന്നെ ദിസ് ഇസ് എ ബി സ്കൂൾ,
So you should not say that business is a bad word here. You can go to your clinic and say things like bad that. word. പക്ഷെ ഇവിടുന്ന് അത് പറയരുത്. ആ അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ അയാളൊരു ഡോക്ടർ തന്നെയാണ്. ഹി ടേൺ ഇൻ ടു എ IIM പ്രൊഫസർ ആഫ്റ്റർവേർഡ്സ്. MBA അത് കഴിഞ്ഞിട്ട് ചെയ്ത ആളാണ്. ഓക്കെ ബേസിക് ഓക്കെ അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടും ഞങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആളുമായിട്ട്. ദാറ്റ്സ് നൈസ്. അപ്പോ അതുകൊണ്ട് യു ഡിസൈഡഡ് ടു കം ഞാൻ ഇൻ ടു എന്തെങ്കിലും സോഷ്യൽ ചെയ്യണം മീഡിയ. എന്ന് തീരുമാനിച്ചു. അതിന് മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പേജ്, പക്ഷെ ഐ വാസ് നോട്ട് ആക്റ്റീവ്. റെഗുലർ ആയിട്ട് പോസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിന്റെ പറ്റിയിട്ടുള്ള ബുക്സ് വാങ്ങി വായിച്ചു. പ്രൊമോഷൻസിന് അല്ലെ നമ്മുടെ ഈ ഹൗ ടു അപ്പിയറിനെ വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യണം എല്ലാം ഞാൻ തന്നെ എല്ലാം ചെയ്ത പഠിച്ചു. സ്വന്തമായിട്ട്. എല്ലാം നല്ലപോലെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അല്ലാണ്ട് വെറുതെ വന്ന് സ്റ്റാർട്ട് ചെയ്തതൊന്നുമല്ല. ഓക്കെ, അപ്പം അത് നല്ലതാന്ന് തോന്നുന്നു. അത് വി ക്യാൻ സീ ദാറ്റ് ഇൻ യുവർ വീഡിയോസ് ഓൾസോ. ആ കണ്ടന്റിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ലൈക്ക് ദ റൈറ്റ് പീപ്പിൾ കമ്മിങ് ആൻഡ് ടെല്ലിങ് തിങ്സ് ആൻഡ് മേക്കിംഗ് പീപ്പിൾ അവെയർ, അത് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് പറ്റില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊന്നും കേൾക്കാൻ ആരും ഉണ്ടാവില്ലെന്ന്. പക്ഷെ കുറച്ച് പേര് കേൾക്കുന്നുണ്ട്. പിന്നെ നല്ലോണം ആൾക്കാരെന്നെ വിളിക്കാൻ തുടങ്ങി, കൺഗ്രാജുലേറ്റ് ചെയ്യാൻ തുടങ്ങി, അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങി എന്ന് കണ്ടപ്പോൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് പറയും, വഴി നിന്നൊക്കെ കാണുമ്പോഴൊക്കെ റെക്കഗ്നൈസ് ചെയ്യുക രസമല്ലേ. അങ്ങനെയൊക്കെ ആയപ്പോൾ ഒരു മോട്ടിവേഷൻ ആയി. പിന്നെ അങ്ങനെ കണ്ടിന്യൂ. ഇപ്പോൾ ഒരു 1 year ആയിട്ടുള്ളൂ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. കഴിഞ്ഞ ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഡോക്ടറിന്. ഫോളോവേഴ്സിന്റെ നമ്പറിലൊന്നും വലിയ കാര്യമില്ല. ദാറ്റ് ഈസ് ട്രൂ. പക്ഷെ ജെന്വിൻ നല്ല കണക്ഷൻസ് ആണ്. യെസ് ആൻഡ് ആൾക്കാർ പീപ്പിൾ ആർ ഗെറ്റിംഗ് ഇൻഫ്ലുവൻസ്ഡ് ബൈ യു. ദേ ആർ ഫോളോയിങ് ദ റൈറ്റ് തിങ്സ്. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് അല്ലേ? ഇപ്പം കുറെ ഇപ്പം തന്നെ ഒരാൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യായിരുന്നു, മരുന്നില്ലാണ്ട് ഡയബറ്റീസ് ക്യൂർ ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ലൈക്ക് ഒട്ടും ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ ദേ റൺ ലൈക്ക് തിങ്സ് സെയിങ് ഞങ്ങളൊരു ഡയറ്റ് തരും, ഞങ്ങളൊരു പ്ലാൻ തരും, യു ഫോളോ ദാറ്റ്, നിങ്ങളുടെ ഷുഗർ മാറും. സോ നമുക്കൊരിക്കലും അതൊരു പെർമനന്റ് ക്യൂർ ആയിട്ട് വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതും അമങ്സ് ദ ഇഫ് യു സേ ദ കോമണേഴ്സ്, അതായത് സാധാരണ ആളുകളെ പറ്റിക്കാനായിട്ട് ഇങ്ങനെ കുറേ നടക്കുന്നുണ്ട്. അപ്പോൾ ഡു യു തിങ്ക് ലൈക്ക് നിങ്ങൾക്ക് അതിനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെയുള്ള? ഈ പാവപ്പെട്ട ആൾക്കാർ മാത്രമല്ല, നല്ലോണം അറിവുള്ളവരും നല്ലോണം പഠിച്ചിട്ടുള്ളവരും ഒക്കെ തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ഒരുപാട് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പെടുന്നുണ്ട്. പ്രത്യേകിച്ച് മലയാളികളും എന്തെങ്കിലും ഒരു ചെറിയ സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അവര് അതിൽ പോയി പെടും. ഒരു പ്രാവശ്യം പെട്ടിട്ടേ പഠിക്കുള്ളൂ. അവരത് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ന് മാത്രമേ ഉള്ളൂ. അധികം ആൾക്കാരും അത് പറയുന്നുള്ള കാര്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ മാതിരി നമുക്ക് എന്താ വെച്ചാൽ ഒരു അപ്രിയ സത്യം എന്ന് പറയില്ലേ, അപ്രിയ സത്യവും ഈ പ്രിയപ്പെട്ട ഒരു ഫോൾസ് ആണ്. അപ്പൊ ഇത് ഇവർക്ക് ഹോപ്പ് കൊടുക്കും. അതാണ് നമുക്കത് പേടിയാ ഹോപ്പ് കൊടുക്കാൻ. ആക്ച്വലി എനിക്ക് തന്നെ അറിയും പല പേഷ്യൻസും നന്നായി ക്യൂർ ആവും. എനിക്ക് ചിലപ്പോൾ ഡയബറ്റീസിന് മെഡിസിൻ വേണ്ടി വരില്ല, എനിക്ക് നിർത്തി കൊടുക്കാൻ പറ്റുന്നൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നും. ചില ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അറിയാം അത്രക്കേ ഉള്ളൂ. ഇവര് പറയുന്ന കൺട്രോൾ എന്നൊക്കെ പറഞ്ഞാല്, അതായത് ഈ പറഞ്ഞ ആൾക്കാര് വളരെ മൈനർ ഡയബറ്റീസിനെയാണ് അവർ ഈ ഭയങ്കര ഡയറ്റും എക്സസൈസും ഒക്കെ. എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അവരോട് ഇങ്ങനത്തെ ആപ്ലിക്കബിളേ അല്ല. പക്ഷെ നല്ല കൺട്രോൾ ആവുന്ന ആൾക്കാർക്ക്, നന്നായി മാറുന്ന ആൾക്കാർക്കൊക്കെ പോലും ഞാൻ ഒരു അഷുറൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറുമെന്ന് പറയാൻ ഒരു പേടിയാ. കാരണം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചു വരും. നമുക്ക് തന്നെ അറിയാം അതിന്റെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോയിട്ട് ചിലപ്പം പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകും. പിന്നെ നമ്മളെ കൺട്രോൾ ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വന്നാൽ ചിലപ്പോൾ ഡയബറ്റീസ് റിക്കർ ചെയ്യും. അതൊക്കെ നമ്മൾ ആലോചിക്കണേ. എന്നാൽ എന്താ ചെയ്യാച്ചാൽ മാറി എന്ന് പറയുന്നതിന്റെ ഒരു ഡേഞ്ചർ ഇതാണ്. ഇത് മാറും, ഇതോടുകൂടി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ചെക്ക് ചെയ്യൂല, ഒന്നും ചെയ്യില്ല. അതോടുകൂടി പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോൾ ചിലപ്പോൾ നല്ല ഹൈ ഷുഗറായി എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ആയിട്ടാ പിന്നെ കാണാം. ഈ കോംപ്ലിക്കേഷൻസ് മുഴുവൻ നമ്മളല്ലേ കാണുള്ളൂ. ബാക്കി ഇവർക്കൊന്നും ഇൻഫ്ലുവൻസേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ ഡയറ്റ് കൊടുക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോ പ്രൊഫഷണൽസ് തന്നെ വേണം. ഓക്കെ, അപ്പോൾ ഈ പ്രൊഫഷനിൽ വന്നിട്ട് ലൈക്ക് ഇപ്പം കമ്മിങ് ജനറേഷൻസിനോട്, ദോസ് ഹു ആർ പ്ലാനിങ് ടു ബിക്കം കമ്മിങ് ടു ദിസ് ജനറേഷൻ, എസ്പെഷ്യലി എൻഡോക്രൈനോളജിയിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവരോട് എന്താ ഡോക്ടറിന് പറയാനുള്ളത്? ഡോക്ടർ ആവുന്ന ആൾക്കാരല്ലേ അധികം കാണുന്നുണ്ടാവില്ല, ആഗ്രഹമുള്ളവര്. എൻഡോക്രൈനോളജി ഒന്നും ഇപ്പൊ തന്നെ പ്ലാൻ ചെയ്യണ്ട. അതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ള കാര്യം. നമുക്ക് ഏതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കും. MBBS ജോയിൻ ചെയ്യുന്ന സമയത്ത് കാർഡിയക് സർജൻ ആവുന്നതായിരുന്നു. ഫസ്റ്റ് ഇയറിൽ കാർഡിയോളജിയാണ് എല്ലാവർക്കും. കാർഡിയോളജി നമ്മൾ അതിലെ കാണുള്ളൂ, ഗ്ലാമർ. ഇപ്പൊ ചിലപ്പോ എൻഡോക്രൈനോളജിസ്റ്റിനെ കുറെ കാണുന്നോണ്ടായിരിക്കും എൻഡോക്രൈനോളജി വേണമെന്നുള്ള. പിന്നെ ഡിമാൻഡ് ഉണ്ടെന്നല്ല, അറിയാം. പിന്നെ അതുപോലെ തന്നെ മറ്റേ വർക്ക് ലൈഫ് ബാലൻസ് അത് കാർഡിയോളജിസ്റ്റിന് ഇല്ല, സ്പെഷ്യാലിറ്റീസിനൊന്നുമില്ല. അതൊക്കെ വിചാരിച്ചാൽ ഞാൻ എടുത്തിരിക്കണത്.
പക്ഷേ ഇതൊന്നും നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കില്ല. പിന്നെ അപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്നും അറിയില്ല, അപ്പോഴത്തേക്ക് എൻഡോക്രൈനോളജി എങ്ങനെ മാറുന്നൊന്നും അറിയില്ല. നമ്മൾ ഇഫ് യു ആർ ഗോയിങ് ഇൻ ടു ഇറ്റ്, ഗോ ഫോർ ദ റൈറ്റ് റീസൺസ്. അതാണ് എനിക്ക് പറയാനുള്ളത് ഇവരോട്. വാട്ട് ഈസ് യുവർ റീസൺ? എൻ്റെ റീസൺ എൻ്റെ അച്ഛനും അമ്മയും തള്ളി വിട്ടു എന്നുള്ളതായിരിക്കും. എൻ്റെ റീസൺ അത്ര നല്ല റീസൺ. ഞാൻ വിചാരിച്ചു എന്റെ അച്ഛനും അമ്മയും ഡയബറ്റിക് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ പോയി എന്ന് പറയാം. എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഡോക്ടറായിരുന്നു. അപ്പോൾ മൂപ്പര് നല്ല വെൽ എസ്റ്റാബ്ലിഷ് നല്ല സർജനും ഒക്കെ ആയിരുന്നു അന്ന്. ആ വലിയച്ഛനെ കണ്ടിട്ടാണ് എനിക്ക് ഒരു ആഗ്രഹം വന്നത്. പിന്നെ വലിയച്ഛൻ്റെ മകനും എൻ്റെ കസിൻ സീനിയർ, മൂപ്പര് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ എൻ്റെ സീനിയർ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു. മൂപ്പർക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. അപ്പൊ അതൊക്കെയാണ് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ. ഞങ്ങളുടെ മോനും. പിന്നെ എനിക്ക് വേറൊന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അന്നത്തെ കാലത്ത് മെഡിസിനും എഞ്ചിനീയറിംഗും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു റൂട്ട്, വേ ഓഫ് ലൈഫിനെ കുറിച്ച് അറിയില്ല, വേറെ എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത് അറിയില്ല. പക്ഷേ ടൈംസ് ആർ ചേഞ്ചിങ്. ഇന്നിപ്പോ കുട്ടികൾക്ക് എല്ലാത്തിനെ കുറിച്ചും എക്സ്പോഷർ ഉണ്ട്, എല്ലാത്തിനെ കുറിച്ചും അവർക്ക് അറിവുണ്ട്. ദ തിങ് ഈസ് ബട്ട് സ്റ്റിൽ ഏറ്റവും അധികം എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പം ജസ്റ്റ് ബിക്കോസ് അവർക്ക് അറിയാം പൈസ ഉണ്ടാക്കണമെങ്കിൽ ഭയങ്കര ഡിഗ്രീസ് വേണമെന്നോ എഡ്യൂക്കേഷൻ വേണമെന്നോ ഒന്നുമില്ല. കുട്ടികളുടെ മനസ്സിൽ ഇപ്പോൾ അതാണ്, എത്രയും പെട്ടെന്ന് ക്വിക്ക് ആയിട്ട് ലൈഫിൽ സെറ്റിൽ ആവുക, അതിനെന്തിനാണ് ഇത്രയും പഠിക്കുന്നത്? അപ്പം അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റിനോട് ഡോക്ടറിന് എന്താ പറയാനുള്ളത്? ഞാൻ ഇത് നമ്മളിപ്പോൾ ഒരു 20 years ബാക്കിലായിരിക്കുമല്ലോ ഡെവലപ്ഡ് കൺട്രീസ് ഒക്കെ. ഇപ്പോൾ US-ലും അവരൊക്കെ ഒരു 20-25 years ബാക്കിലായിരിക്കും നമ്മൾ. അപ്പോൾ ഇപ്പോൾ അവരെന്താ ചിന്തിക്കുന്നത് എന്നുള്ളത് നോക്കി അറിയാം നമ്മൾ എങ്ങനെ പോകുന്നതെന്ന് കുറച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ ഡോക്ടറാവാൻ പോകുന്ന ആൾക്കാരൊക്കെ ആ കൺട്രീസിലൊക്കെ ശരിക്കും ഒരു ഇതിന് വേണ്ടിയിട്ടല്ല, പൈസ ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല ആരും പോകുന്നത്. അതിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. കുറേ കഴിയുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട്സ് ഒക്കെ കിട്ടും, മനസ്സിലാവുള്ളൂ. പക്ഷേ അതിനുവേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ഒരാളുടെ കഥ അറിയാനുള്ള ഒരു ആഗ്രഹം എന്തായാലും ഉണ്ടാവണം നമുക്ക്. ഒരു മനുഷ്യന്റെ കഥ, മനുഷ്യൻ എപ്പോഴും വന്ന് നമ്മുടെ അടുത്ത് സ്റ്റോറീസ് പറയുമല്ലോ, അത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവർ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് എനിക്ക് പ്രൈമറി ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. അതല്ലാത്തവർക്ക് പക്ഷേ ഇത് കഴിഞ്ഞാൽ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും കേട്ടോ. MBBS കഴിഞ്ഞിട്ട് ഇപ്പോൾ വേറെ റേഡിയോളജി വേറെ ഏതെങ്കിലുമൊക്കെ റിസർച്ചിലേക്ക് പോകാം, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് കഴിഞ്ഞിട്ട്. പക്ഷേ എന്തായാലും MBBS കഴിഞ്ഞിട്ടണമല്ലോ 5-6 കൊല്ലം. ആ ഒരു സമയത്ത് നമുക്ക് പേഷ്യന്റിനോട് സംസാരിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് ഞാനിപ്പോൾ കാണുന്നുണ്ട് കുറേ അങ്ങനത്തെ ആൾക്കാരെ, വേണ്ടിയിരുന്നില്ല ജോയിൻ ചെയ്തതിന് ശേഷം ഇതെനിക്ക് പറ്റിയതായിരുന്നില്ല എന്നുള്ളതൊക്കെ തോന്നിയിട്ട് കിട്ടിയിട്ട് അത് കളഞ്ഞിട്ട് പോകുന്ന ആൾക്കാർ എത്രയോ ആൾക്കാർ, കളഞ്ഞിട്ടില്ലെങ്കിലും പാസ്സാവാതിരിക്കുന്നവരും കുറേ അതിന് ശേഷം ഡിജക്റ്റഡായി ആൾക്കാരൊക്കെ കുറേ പേരുണ്ട്. ഒരു ട്രൂ ഇൻട്രസ്റ്റോടെ പാഷനോടെ വരുന്നവരല്ല. അത് ഞാൻ പറഞ്ഞ റൈറ്റ് റീസൺസ് ആയിരിക്കണം നമുക്ക് എടുക്കുന്നത്. പിന്നെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റിയും വേണം. ഇത് കിട്ടിയല്ല എന്നുള്ള തോന്നലൊന്നും വേണ്ട, ഇത് വലിയ എന്തൊരു സംഭവമാണെന്നുള്ള തോന്നലും വേണ്ട. ഓക്കെ, ലൈക്ക് കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എവറി പേഷ്യന്റ് ഈസ് എ ന്യൂ ലെസൺ. ലൈക്ക് അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിന്റെ ബുക്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ബി എ ഗുഡ് ലിസണർ, ബി എ ഗുഡ് ലേണർ, ഈ 2 കാര്യങ്ങൾ. അതായത് ലൈഫ് ലോങ് ലേണിംഗ്, പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ സർപ്രൈസസ് വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അത് ഡോക്ടേഴ്സിന് മാത്രമല്ല എന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കിയത്, എല്ലാവർക്കും ഉണ്ട്. ഓൺട്രപ്രണേഴ്സിനും ഒക്കെ ഇത് തന്നെയാണ്. എപ്പോഴും നമ്മൾ പുതിയ ട്രെൻഡിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം. പക്ഷെ ഇൻ യുവർ കേസ് ഭയങ്കര റിസ്കി അല്ലേ? കാരണം ആളുകൾ വന്നിട്ട് ജീവൻ രക്ഷിച്ചാൽ താങ്ക് ചെയ്യുന്നതും നിങ്ങളെയാണ്, എന്തെങ്കിലും പറ്റിയാൽ ആദ്യം വന്ന് കഴുത്തിന് പിടിക്കുന്നതും നിങ്ങളുടെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡോക്ടറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് ഇത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് കുറേ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കുറേ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് കുറവാണ് ആക്ച്വലി. അത് സോഷ്യൽ മീഡിയയിൽ വന്നതിന്റെ ഒരു ബെനിഫിറ്റ് ആട്ടോ, ബെനിഫിറ്റ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി ആൾക്കാർ വന്നിരിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും, അവർ ചിരിയും മുഖത്തെ സന്തോഷമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം എന്റെ ഫോളോവറോ അല്ലെങ്കിൽ എന്റെ ഫോളോവർ റെഫർ ചെയ്ത് വന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് അതൊരു കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഈ ഒരു നെഗറ്റിവിറ്റിയും കുറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി പീപ്പിൾ ആക്സെപ്റ്റ് വാട്ട് ഐ എം ഗോയിങ് ടു സേ. അതൊരു നല്ല ബെനിഫിറ്റ് ആണ് സോഷ്യൽ മീഡിയ വന്നിട്ട്. വേറെ എന്തൊക്കെ ഇല്ലെങ്കിലും വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഇതൊരു നല്ല ബെനിഫിറ്റ്. ലൈക്ക് പീപ്പിൾ ആർ ഗെറ്റിംഗ് യു, ലൈക്ക് എന്ന് വെച്ചാൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കറക്റ്റ് മീനിങ്ങിൽ കിട്ടുന്നുണ്ട്. അത് നല്ലതാണ്. കമ്മിങ് ടു വർക്ക് ലൈഫ് ബാലൻസ്, ഇപ്പം ഈ ഫീൽഡിൽ കയറി കഴിയുമ്പം എല്ലാവരും പറയുന്ന കാര്യമാണ് ഭയങ്കര തിരക്കാണ്, ഹൈലി സാച്ചുറേറ്റഡ്, ത്രൂ ഔട്ട് യുവർ ലൈഫ് യു വിൽ ബി ബിസി, ഒന്നിനും സമയം ഉണ്ടാവില്ല.
ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നോക്കുമ്പം ഡോക്ടറിന്റെ സോഷ്യൽ മീഡിയയിൽ യു ആർ ഓൺലി ഷോയിങ് എ സ്മോൾ പാർട്ട് ഓഫ് യുവർ ലൈഫ്, ബട്ട് സ്റ്റിൽ വെൻ ആസ് എൻ ഓഡിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ദ ചിൽഡ്രൻ ആർ ഹാപ്പി, അവർ ഡോക്ടറിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ദേ ഹാവ് ദാറ്റ് കണക്ഷൻ വിത്ത് യു, നോട്ട് ലൈക്ക് വൺസ് ഇൻ എ വൈൽ ഒന്ന് വന്നു പോകുന്നൊരു മുഖമല്ല ആ കുട്ടികൾക്ക് അവരുടെ പേരൻസ്. സോ ഹൗ ഡു യു മാനേജ് ഇറ്റ് ഓൾ? ഞാൻ എൻ്റെ വൈഫും ഡോക്ടറാണ്. അതും അറിയാം. വൈഫ് ഓഫ്താൽമോളജിസ്റ്റ് ആണ്. അന്ന് മാരേജ് ചെയ്യുന്ന സമയത്ത് MBBS കഴിഞ്ഞിട്ടേ ഉള്ളൂ വൈഫിന്. ഞാൻ MD കഴിഞ്ഞു. വൈഫ് ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത് കണ്ടിട്ട്. അപ്പോൾ എൻട്രൻസ് പഠിത്തവും ഒക്കെ അവളുടെ MDക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പഠിത്തമൊക്കെ ആ സമയത്ത് മാരേജ് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലൊക്കെയാണ്. അപ്പോൾ വൈഫിന് ജനറൽ മെഡിസിനിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം. ഞാനാണെങ്കിൽ ജനറൽ മെഡിസിൻ ജസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ അവളടുത്ത് പറഞ്ഞു, ജനറൽ മെഡിസിൻ മാത്രം എടുക്കരുത് പ്ലീസ്, എനിക്ക് വയ്യ, ഞാൻ എൻ്റെ രാത്രി ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഇപ്പൊ കഷ്ടപ്പെട്ട് വന്നേ ഉള്ളൂ. ഇനിയിപ്പോ അവൾക്ക് രാത്രി കോൾ ഉണ്ടെങ്കിലും എൻ്റെ ഉറക്കം പോകില്ലേ. ഞാൻ പറഞ്ഞു അവള് ഓഫ്താൽമോളജി അങ്ങനെ ഏതെങ്കിലും എടുത്താൽ മതി, ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് കുട്ടികളെ നോക്കാനൊക്കെ സമാനം. അവൾക്ക് ഓഫ്താൽമോളജി ഇഷ്ടമായി. ആ സമയത്ത് അത്ര ഒന്നും ഹാപ്പി ആയിരുന്നില്ല. എനിക്ക് മെഡിസിൻ വേണം, എന്നെ കണ്ടിട്ടൊക്കെ മെഡിസിൻ വേണം. പക്ഷെ ഓഫ്താൽമോളജി ജോയിൻ ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും അല്ല കേട്ടോ, ആളുടെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ എടുത്തത്. പക്ഷെ ഓഫ്താൽമോളജിയിൽ ആള് നല്ല സൂപ്പറാണ്. ഇപ്പൊ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ആള്. എനിക്കറിയാം ആള് പക്ക സൂപ്പറാണ്. ഇപ്പൊ എനിക്ക് ഓഫ്താൽമോളജി അല്ലാതെ വേറെ ഒന്നും പറ്റില്ലായിരുന്നു, താങ്ക്സ് എന്നൊക്കെ പറയും ഇടയ്ക്ക് എന്നെ കാണുമ്പോൾ. പക്ഷെ ഇതൊരു വേറൊരു ബെനിഫിറ്റ് രണ്ടാമത്തെ. ഇപ്പൊ ഞാൻ എൻഡോക്രിനോളജിയും കൂടി എടുത്തോട് കൂടിയിട്ട് ഞാനും ഒന്നുകൂടി ഫ്രീ ആയി. MD ആയിരുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ഇതിനേക്കാളും നൈറ്റ് കോൾസും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എൻഡോക്രിനോളജിയിൽ കുറച്ചുകൂടി സുഖമാണ്. അപ്പോൾ അതൊരു കാരണമാണ്. പിന്നെ ഞാനും പിന്നെ അധികം തിരക്കൊന്നും എടുക്കാറില്ല. എനിക്കറിയാം ഞാനില്ലെങ്കിലും ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കും. ഞാനുള്ളത് ഇല്ല എന്നെക്കാളും. ഞാനൊരു വീഡിയോ ഇതിനെ പറ്റി ചെയ്തിട്ടുണ്ട് മുമ്പ്. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അതായത് നീ വരുമ്പോ എന്തെങ്കിലും ഇവിടുന്ന് കൊണ്ടുവന്നതാണോ, നീ പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല. അതുപോലെ ഞാൻ പേഷ്യന്റിനെ കാണിച്ചിട്ട്, അതായത് ഞാൻ വരുന്നതിന് മുമ്പും ഇവര് പേഷ്യൻസ് ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ഇവിടെ ഉള്ളപ്പോഴും ഇവിടെ ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി വല്ലാതെ പറയുകയൊന്നും ചെയ്യണ്ട. അപ്പൊ ഞാൻ എന്റെ ലിമിറ്റഡ് ടൈമിലേ വർക്ക് ചെയ്യുള്ളൂ. അതിപ്പോ ഇനി ആരെന്തെങ്കിലും പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ എന്റെ ലൈഫ് മുഴുവൻ ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം, അതൊന്നും ഞാൻ അത്ര വലിയ ഇതൊന്നും കൺസിഡർ ചെയ്യില്ല. ഒന്നാമത് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കുറേയൊക്കെ സെൽഫിഷ് റീസൺസിനാണ് ഇത്രയും കൂടുതൽ വർക്ക് ചെയ്യണത്. അല്ലാതെ നമുക്ക് ആവശ്യമില്ല. നമ്മളൊരു പേഷ്യൻസ് ഡിസേർവ് എ ഫ്രഷ് ഡോക്ടർ അല്ലേ. നമ്മൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ ഇരുന്ന് പണിയെടുത്ത് ഒരു ക്ഷീണത്തോടെ ഇരിക്കുമ്പോൾ അവർക്ക് ദേഷ്യപ്പെടാം, ആ ഫ്രസ്ട്രേഷൻ അവരിലേക്ക് കാണിക്കാം. അതൊന്നും വേണ്ടല്ലോ. ഞാനിപ്പോഴും ഇവരോട് പറയുന്ന കാര്യമാണ്, ലൈക്ക് നിങ്ങൾ ഈ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, വെറെവർ യു റീച്ച് ഇൻ ലൈഫ്, ലൈക്ക് ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. ലൈക്ക് നിങ്ങളൊരു ഡോക്ടറാവാൻ പോകുന്ന ആളാണ്, ഒരു പേഷ്യന്റ് നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഈ ഭയങ്കര ദേഷ്യപ്പെട്ട് ഇറിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ആളെടുത്ത് നമുക്കും ഒന്നും പറയാൻ തോന്നില്ല, നമുക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറയില്ല. പിന്നെ നമ്മളൊരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ പ്ലസന്റ് ആയിട്ട് എപ്പോഴും അങ്ങനെയല്ലേ, നല്ല ആളുകളോട് നല്ലപോലെ ഇന്ററാക്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ ക്ലിനിക്കിന്റെ മുകളിൽ നിറച്ചു ആളായിരിക്കും, അല്ലാത്ത ഡോക്ടേഴ്സിന്റെ അടുത്ത് ആരും ഉണ്ടാവില്ല. അപ്പൊ ആൾക്കാർക്ക് നല്ല തിരക്കുള്ള ഡോക്ടറും വേണം, നല്ല വെയിറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ വെച്ചാൽ ഇവര് പറയുന്നത് നല്ല ഡോക്ടറാ, നല്ല എക്സ്പേർട്ട് ഡോക്ടറാ. അപ്പം ആളുകൾ ശരിക്കും ഡിഗ്രി മാത്രം നോക്കിയിട്ടല്ല പോകുന്നത്, ലൈക്ക് ആളുടെ വേ ഓഫ് ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ, അത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നല്ലേ. അപ്പം ഈ ഒരു ഫീൽഡിൽ വരുമ്പം ശരിക്കും സോഷ്യൽ സ്കിൽസ്, പീപ്പിൾ മാനേജ്മെന്റ്, എനിക്ക് തോന്നുന്നത് മറ്റേ HR എല്ലാ സാധനങ്ങളും നിങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. കുറച്ചൊക്കെ നമ്മൾക്ക് എല്ലാത്തിനെയും പറ്റി അറിയണം. ഡോക്ടർമാർക്ക് എല്ലാം ഒന്നും അറിയില്ല എന്ന് വിചാരിച്ചിട്ടാ. ഞാനിപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഒരു ബിസിനസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോഴാണ് ബാക്കിയുള്ളവരുടെയും അവർ നമ്മളുടെ പോലെ തന്നെയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എനിക്ക് ഇത്തിരി ഒരു നെഗറ്റീവ് മാനിയ ഉണ്ടായിരുന്നു കേട്ടോ. ഡോക്ടറാണെന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്, നമുക്ക് നമ്മുടെ സബ്ജക്ട് അറിയാം, ബാക്കി അവരും അവരുടേതായ ഇതിൽ ലേണിംഗ് ലൈഫ് ലോങ് ലേണിംഗ് ഇതൊക്കെയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മാനേജ്മെന്റ് സ്കിൽസ്, സോഫ്റ്റ് സ്കിൽസ്, ഇതൊക്കെ വേണം. ഓക്കെ, ഡോക്ടർ പഠിച്ചത് ഇവരിൽ ഒരുപാട് പേരുടെ ഡ്രീം കോളേജിലാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടുത്തെ ഒരു സ്റ്റഡി പീരീഡിലുള്ള എക്സ്പീരിയൻസ് എന്താണ്, ലൈക്ക് വാട്ട് ഈസ് ദാറ്റ് ദേ ഷുഡ് ബി എക്സ്പെക്ടിങ് എന്നുള്ള കുറച്ച് ഡോക്ടറിന്റെ സ്റ്റഡി ടൈമിലുള്ള എന്തെങ്കിലും ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഞാൻ ഈ നേരത്തെ പറഞ്ഞതിൽ നിന്ന് കുറച്ച് ഡീവിയേറ്റ് ചെയ്യണം കേട്ടോ. ആക്ച്വലി
പോയ സമയത്ത് നിറയെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അത്രയ്ക്കൊന്നും പഠിച്ചിട്ടില്ല. ഇല്ല. ഞാൻ ഓക്കെ. ഞാൻ അതുവരെ ഭയങ്കരമായിട്ട് ഈ 17 ഇയേഴ്സിലാണ് ജോയിൻ ചെയ്യണം. എനിക്ക് 17 ഇയേഴ്സ് ആയിരുന്നുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ പാടെ. പ്ലസ് ടു കഴിഞ്ഞ പാടെ. അപ്പോൾ വേറെ ഒന്നുമില്ല, സ്കൂൾ ലൈഫ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പ്ലസ് ടു ആണ് അന്ന്. ഞങ്ങളെയാണ് തോന്നുന്നു ഫസ്റ്റ് ബാച്ച്. അതിന് തൊട്ട് മുമ്പത്തെ വരെ പ്രീ ഡിഗ്രി ബാച്ച് ആയിരുന്നു. ഒരു കോളേജ് കണ്ടിട്ടെങ്കിലുണ്ട്, ഞങ്ങൾ കോളേജ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടേ ഇല്ല. കണ്ടിട്ടേ ഇല്ല. ഞാൻ അവിടെ പോയി ഇറങ്ങുന്നതും അവിടെ ഭയങ്കര സമരം നടന്നുകൊണ്ടിരിക്കുക. ഓ ഈ ഓക്കെ. പ്രൈവറ്റ് കോളേജുകൾ പൂട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് SFIയുടെ സമരം നടന്നുകൊണ്ടിരിക്കുക. അതിലാണ് പോയി ഇറങ്ങുന്നത്. അപ്പൊ ഇതൊക്കെ കണ്ട് ഭയങ്കര ആവേശമായി. പിന്നെ കുറെ രാഷ്ട്രീയം, കുറെ എല്ലാ കളികളും ഒക്കെ തന്നെയായിരുന്നു പരിപാടി. കോളേജ് എൻജോയ് ചെയ്തു നന്നായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ കൂട്ടത്തിൽ പഠിക്കുകയും ചെയ്തു. എക്സാം വരുമ്പോൾ കുറച്ചൊക്കെ നന്നായി പഠിക്കും. ആ സമയത്ത് മാർക്ക് കിട്ടണ പാസ് ചെയ്ത് തോറ്റിട്ടൊന്നുമില്ല, എവിടെയും പേപ്പറൊക്കെ പോയിട്ടൊന്നുമില്ല. പക്ഷേ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തില്ല. എനിക്ക് അതുകൊണ്ട് MBBS കഴിഞ്ഞ ഉടനെ MD കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു 1 ഇയർ ഇരുന്ന് പഠിച്ചിട്ട് എടുക്കാം. ഇപ്പം നന്നായിട്ട് ഹൗസ് സർജൻസി ടൈമിനൊക്കെ നന്നായിട്ട് എല്ലാം ചെയ്യും. ഞാനവിടെ ഓർഗനൈസ് ചെയ്യും. ഞാൻ അവിടുത്തെ കോളേജ് യൂണിയൻ്റെ അന്ന് SFIനെ തോൽപ്പിച്ച ഒരു ഗ്രൂപ്പിലത്തെ ഒരു വൺ ഓഫ് ദി നേതാക്കന്മാരായിരുന്നു. പിന്നെ അതിനുശേഷം ഓക്കെ. അപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നു. യെസ് യെസ് യെസ്. അതൊക്കെ പക്ഷേ ഭാവിയിൽ പിന്നെ ഉപയോഗപ്പെട്ടു പല സ്ഥലത്തും. പിന്നെ ഞാൻ എനിക്ക് പണ്ടത്തെ ആ ഒരു റെബൽ നേച്ചർ ഇപ്പൊ ഞാൻ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ കാണാറുണ്ട്. ഈ കുറച്ച് സൈബർ ബുള്ളിങ് ഒക്കെ വരുമ്പോഴേക്കും ആ പണ്ടത്തെ ആളിങ്ങനെ പുറത്തേക്ക് വരാറുണ്ടല്ലേ ഇടയ്ക്ക്. എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അതൊക്കെ കുറെ കൺട്രോൾ ചെയ്തു. MD ടൈമിലൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. ഒന്നാമത് എന്താ വെച്ചാൽ 48 hours ഒക്കെ ഡ്യൂട്ടിയാണ്. MD ഡൽഹിയിലായിരുന്നു ചെയ്തത്. ആ സമയത്ത് കണ്ടിന്യൂസ് 36 hour ഡ്യൂട്ടി ഇൻഹ്യൂമൻ ഇതാണ് ശരിക്കും നമ്മുടെ. ഉറക്കമില്ല. അതൊക്കെ ഞാനിപ്പോൾ അതിനെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അടുത്തൊരു ഫാത്തിമ ഷഹീർ ഒരു ഡോക്ടർ അവിടുന്ന് കാലിക്കറ്റിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് എ കൺസൾട്ടന്റ് ആക്ച്വലി. PGs ആണെങ്കിലും ശരി, നൈറ്റിൽ അവരെ ഉറങ്ങാൻ സമ്മതിക്കാതെ ഇരുത്തുക. ആക്ച്വലി എന്താണ് കാര്യം എന്നുള്ളതൊന്നും അറിയില്ല. ഇത്രയും ഒരു ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ആളുകൾ കുറവുള്ള ഒരു ഫീൽഡ് ഒന്നും അല്ലല്ലോ ഇത്. അതെ, അവര് കൂടുതൽ ആൾക്കാരെ എടുക്കണം, റിക്രൂട്ട് ചെയ്യണം. ഇപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിലും ശരി, ഗവൺമെന്റ് ഈസ് എൻ എംപ്ലോയർ. ഗവൺമെന്റിന് അപ്പോൾ നമ്മുടെ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഒന്നും ഡോക്ടേഴ്സിന് മാത്രമേ കൊടുക്കില്ല. ബാക്കി എല്ലാ സ്റ്റാഫിനും അവർക്കൊക്കെ അവരുടെ ടൈം കഴിഞ്ഞാൽ പോകും. 6 hours 8 hours കഴിഞ്ഞാൽ പോകും. ഡോക്ടേഴ്സിന് പക്ഷേ ഇതൊന്നും ഇല്ല. ഈ ഒരു മിസ്കൺസെപ്ഷൻ ആണ് ഇപ്പം ഉള്ളത്. അതായത് എല്ലാവരും എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇവിടെ എത്തിയിട്ടും ഞങ്ങൾക്കൊരു ഹാപ്പി ലൈഫ് കിട്ടുന്നില്ലല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആ കൊൽക്കത്ത മർഡർ കേസൊക്കെ വന്നു. അതെല്ലാം കൂടി വന്നപ്പോഴേക്കും കുട്ടികൾ ആകെ ഇതായി. പിന്നെ ലാസ്റ്റ് ഇയർ നീറ്റിൻ്റെ NTA ഇതിൽ തന്നെ പേപ്പർ ലീക്കേജ്, പിന്നെ ഫുൾ പ്രശ്നങ്ങളായിരുന്നു. എല്ലാം കൂടെ ആയപ്പോഴേക്കും ആകെപ്പാടെ നീറ്റിനോടുള്ള ഒരു നെഗറ്റീവ് ഇതായി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെയുള്ള ഡോക്ടറിനെ പോലെ ആളുകളുടെ അടുത്ത് വരാമെന്ന് ചോദിച്ചത്. ബിക്കോസ് വെൻ I see you, I see a person very active on social media. I see your family, your kids being very happy with you, and I see you doing very well in your profession. അപ്പോൾ I wanted to make them aware. ഞാൻ പറഞ്ഞില്ലേ, അത് we have our own struggles ഓരോ സ്റ്റേജിലും. MD ടൈമിൽ അതുപോലെ തന്നെ രാത്രി ഉറക്കമില്ലാത്ത സമയത്ത് നമ്മൾ പേഷ്യൻസോട് സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ പോകാൻ പറ്റില്ല. ബ്രേക്ക് ഡൗൺ ആയ കുറെ അവസരങ്ങളുണ്ട്. പേഷ്യൻസിനോട് തീരെ എനിക്ക് തോന്നുന്നത് കുറച്ച് എമ്പതിയൊക്കെ പോവും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെത്ത് ഒക്കെ കാണുമ്പോൾ അവിടെ ഡൽഹിയിലാവുമ്പോൾ അതാണല്ലോ, ഒരു ലൈഫിന് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ രാത്രി ഇങ്ങനെ വന്നിട്ട് ചെറുപ്പക്കാരായ ആൾക്കാർ വന്നിട്ടുണ്ടാവും, അവർക്ക് വെന്റിലേറ്റർ കൊടുക്കാൻ സാധിക്കില്ല. നമ്മൾ ഇങ്ങനെ ആംബു ബാഗ് കൊടുത്ത് പേഷ്യൻ്റെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ കൊടുക്കുക ചെയ്യുക. നിങ്ങൾ തന്നെ പ്രസ് ചെയ്തോളാം. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഡെത്ത് ആവും. രാവിലെ ആകുമ്പോഴേക്കും നോക്കുമ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സംസാരത്തിൽ പോലും അതൊക്കെ വരുന്നുണ്ട്. ഡെത്ത് ആവാ, നമ്മളൊരു മനുഷ്യൻ എന്നുള്ള ഒരു ഫീലിംഗ്. ലൈക്ക് ഓവർലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റി. ഫസ്റ്റ് ഓഫ് ഓൾ ഫെസിലിറ്റീസും ഇല്ല. അപ്പം നമ്പർ ഓഫ് പ്രൊഫഷണൽസും കുറവ്. അപ്പം എത്രയോ ഇഗ്നോറൻസ് ആളുണ്ടെങ്കിലും അവര് അത് ശരിക്കും മാനേജ് ചെയ്യാത്തതിന്റെ പ്രോബ്ലമാണ്. അവര് UP നിന്നാണ് ഞങ്ങളുടെ മെയിൻ ഇത് ഇൻഫ്ലക്ഷൻ ആണ്. ഞാൻ ഈസ്റ്റ് ഡൽഹിയിലായിരുന്നു. ഇപ്പൊ UP നിന്ന് ഭയങ്കരമായിട്ട് കുറെ പേഷ്യൻസ് വരും. ഭയങ്കര ഇല്ലിറ്ററേറ്റ്, അവർക്ക് എല്ലാവരും കൈനാട്ടകളാണ്. അപ്പോ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റി അത്രേ ഉള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ കുറെ പൈസ ഉണ്ടാവുന്നല്ലാതെ വെൽ സ്റ്റാഫ്ഡ് ആയിരിക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ സിറ്റിയുടെ ഒരു റിച്ച് ലൈഫ് നോക്കുകയാണെങ്കിൽ എല്ലാ പൊളിറ്റീഷ്യൻസും സെലിബ്രിറ്റീസും അവരൊക്കെ പോകുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. അവിടെ എല്ലാ ഭയങ്കര റിച്ച് പൂർ ഡിവൈഡ് ഭയങ്കര കൂടുതലാണ്. ഞാൻ അന്ന് തീരുമാനിച്ചത് എനിക്ക് ഡൽഹി പറ്റില്ല, തീരുമാനിച്ചു. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് എന്തായാലും വരണം എന്ന് അന്ന് തന്നെ തീരുമാനിച്ചു. പിന്നെ ബേസിക്കലി മെയിൻലി എനിക്ക് എന്താ തോന്നിയിട്ടുള്ള വെച്ചാൽ എനിക്ക് അവരുടെ കൾച്ചർ ശരിക്കും അറിയില്ല. അതൊരു പ്രശ്നമാണ്. കൗൺസിൽ ചെയ്യാനും
ലാംഗ്വേജ് പിന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, ഹിന്ദിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡൽഹി DM ചെയ്യാൻ ഞാൻ കാശ്മീർ പോയില്ല. ആ അപ്പൊ അവിടെ ലാംഗ്വേജ് എനിക്ക് ഹിന്ദി നന്നായി അറിയാന്നുള്ള ധൈര്യത്തിലാണ് പോയത്. അവിടെ നോക്കിയപ്പോൾ ഹിന്ദിയല്ല, അവിടെ കാശ്മീരി. കാശ്മീരി. പിന്നെ അതിന് വേറെ സ്ട്രഗിള്. സ്ട്രഗിൾ. ഓക്കെ. പക്ഷേ എന്താണെങ്കിലും അതൊക്കെ എൻജോയ് ചെയ്ത് പോയി, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഒരു കൾച്ചറൽ കണക്ഷനും കൂടി വേണം. കുറെ എനിക്ക് അതിലാണ് ഇൻട്രസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഈ പ്രൊസീജിയർ ചെയ്യുക അങ്ങനത്തേതിനേക്കാളും കൂടുതൽ അതിൽ നമ്മളൊരു കോഗ്നിറ്റീവ് ഇതില്ല, നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ഇല്ല പ്രൊസീജിയർ ചെയ്യണതിലൊന്നും. അപ്പം അങ്ങനെ പ്രൊസീജിയർ സ്പെഷ്യാലിറ്റി ഒന്നും എനിക്ക് വേണ്ട. കാർഡിയോളജി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ എടുക്കില്ല എന്ന് അന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ എൻഡോക്രൈനോളജിയിൽ ഇതാണ് കുറേ നമ്മൾ ബയോകെമിസ്ട്രി അറിയണം, നമ്മൾ പാത്തോഫിസിയോളജി നന്നായിട്ട് അറിയണം, പിന്നെ ഈ കൗൺസിലിംഗ്, ലൈഫ് സ്റ്റൈൽ, പിന്നെ ലോങ് ടേമിൽ നമ്മൾ കാണും പേഷ്യൻസിനെ. ആ ഒരു പോയിന്റ് ഓഫ് ലൈഫ് അല്ലാതെ ഒരു സ്റ്റോറി വിൽ പ്ലേ ഔട്ട് ഇൻ യുവർ. ഞാൻ എൻ്റെ കുട്ടികൾ വലുതാവുന്ന കൂടെ തന്നെ ഞാനിപ്പോൾ കാണുന്ന പേഷ്യൻസും വലുതായി വരും. ഞാൻ ചെറിയ കുട്ടികളെ മുതലേ കാണും. അപ്പോൾ പല എൻഡോക്രൈൻ കണ്ടീഷൻസ് ഉള്ള കുട്ടികൾ ഇപ്പോൾ എൻ്റെ മോള് വലുതായി വരുമ്പോഴേക്കും ആ കുട്ടികളും എൻ്റെ ഒപ്പം വലുതായി വരും. അതൊക്കെയാണ് എനിക്ക് കാണാൻ ഇഷ്ടം. സോ ലൈക്ക് യു വാണ്ട് ടു ബി ലൈക്ക് യു നോ ഗ്രോയിങ് വിത്ത് ദാറ്റ് ജനറേഷൻ, ലൈക്ക് അവര് വളരുന്നത് കാണാനും, ലൈക്ക് ഓവർ ദ ഇയേഴ്സ് എങ്ങനെയാണ് ഒരു പേഷ്യന്റ് ലൈഫ് ലോങ് ഇംപ്രൂവ് ആയതെന്നുള്ളത് കാണണം. അവരുടെ സോഷ്യൽ കാര്യങ്ങൾ കൂടി ഞാൻ ചിലപ്പോൾ ഇടപെടും. എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്നൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു, ആ കുട്ടിക്ക് തൈറോയിഡ് ഡിസീസാണ്, 21 years ആയി. അപ്പോൾ ഇപ്പോൾ മാരേജ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് അവർ ചോദിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ജോലി ആദ്യം കിട്ടട്ടെ എന്നിട്ട് മാരേജിനെ പറ്റി. അവരുടെ പാരൻസും അതെ ചോദിക്കണത്, ഈ തൈറോയിഡിന് പ്രശ്നം ഉണ്ടെങ്കിൽ മാരേജ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതാണ് അവരുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ആദ്യം ജോലി കിട്ടണെ പറ്റി ആലോചിക്കാം, ഹസ്ബൻഡ് എങ്ങനത്തെ ആളാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊന്നും ഞാൻ സ്റ്റോറീസ് കേട്ടോണ്ടിരിക്കണം മറ്റേ ആൾക്കാർ. ഇനി അതെന്തെങ്കിലും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി നിങ്ങൾ ബുദ്ധിമുട്ടും. പിന്നെ പല ആൾക്കാരും ഈ തൈറോയിഡിന്റെ അസുഖമുണ്ട് എന്ന് പറഞ്ഞിട്ട് കുത്തി പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മായിയമ്മമാരുണ്ട് കുറെ പേര്. നിന്റെ എല്ലാ പ്രശ്നത്തിനും കാരണം തൈറോയിഡാണ്, ഇങ്ങനത്തെ ഒരു അസുഖമുള്ള കുട്ടീനെ കല്യാണം കഴിച്ചാണ് ഈ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അവര്. അപ്പം നിങ്ങൾ സ്വന്തം കാലിൽ നിൽക്ക്. ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കണ പോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതെ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം നമുക്ക് ഈ സ്പെഷ്യാലിറ്റിയിലേ കിട്ടുള്ളൂ. പിന്നെ ദിൽ ലിസൺ ടു യു ഓൾസോ, ബിക്കോസ് ഒരു അതോറിറ്റി എന്താ പറയാ, നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ആളെന്നുള്ള ഒരു ഇത്, ഡോക്ടറിന്റെ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് അതൊക്കെ വെച്ച് ഓക്കെ ഡോക്ടറിനെ കേൾക്കാനും അവർക്കൊരു താല്പര്യം ഉണ്ടാവും. ഇപ്പൊ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ പോലെ ആക്സെപ്റ്റൻസ് അവർ ചിരിച്ചുകൊണ്ട് വരണ കണ്ടു കഴിഞ്ഞാല് ഫോളോവേഴ്സോ എന്തെങ്കിലും രീതിയിൽ അറിയണതാണ്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായി ഇതൊക്കെ പറയാൻ. അപ്പം കോളേജ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പം ഇപ്പൊ എക്സാംസ് ഒക്കെ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു, ലൈക്ക് ഹൗ വാസ് യുവർ വേ ഓഫ് ഡീലിംഗ് വിത്ത് യുവർ എക്സാംസ് അങ്ങനത്തെ? എൻട്രൻസ് എക്സാമിനെ പറ്റിയിട്ട് പറയാമല്ലേ. മറ്റേ എക്സാം ഒക്കെ യൂഷ്വലി എല്ലാ എക്സാമും പോലെ തന്നെയാണ്, എല്ലാ റൈറ്റിംഗ് എക്സാം. എൻട്രൻസ് എക്സാമിന് പക്ഷേ ഒബ്ജക്റ്റീവ് പേപ്പർ ആണെന്നുള്ള ഒരു കാര്യം. പിന്നെ നമ്മൾ ഭയങ്കര നമ്മളുടെ മൈൻഡ് ഷാർപ്പായി കഴിയുന്ന വരയ്ക്കും ലാസ്റ്റ് 2.5 hours ഇപ്പോൾ മാക്സിമം എഴുതുക, കൂടുതൽ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ടെക്നിക്ക് ഉണ്ടായിരുന്നത്. ആദ്യം മുതൽ തന്നെ അതായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. എത്ര പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ പറ്റുമോ അത്രയും MCQ സോൾവ് ചെയ്യാം. എത്ര വന്ന ബുക്സ് മുഴുവൻ ഒരു 2000-3000 MCQs ഉള്ള ബുക്കൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് സോൾവ് ചെയ്തോണ്ടേയിരിക്കും. ശരിയാണോ നോക്കും, ഒരു ആദ്യത്തെ 100 എണ്ണം ചെയ്യുക, അത് എത്ര ശരിയായി നോക്കുക. അതൊരു കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് അസസ്മെന്റ് സ്ഥിരമായിട്ട് ചെയ്യായിരുന്നു. പിന്നെ വേറൊന്ന് എനിക്ക് പറയാനുണ്ടായിരുന്നത്, ഒരു ഐഡിയ എനിക്ക് പിന്നെ കിട്ടിയത് ആക്ച്വലി ഞാൻ MD എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് ഒരു സീനിയർ എൻ്റെ അടുത്ത് ഈ ഐഡിയ പറഞ്ഞത്. നമ്മൾ ഈ തുടക്കത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു കേവ് ഉണ്ട് അത്രേ, ഈ പെർഫോമൻസിൻ്റെ കേവ്. ആ പെർഫോമൻസ് പീക്ക് ചെയ്യും കുറച്ച് ഇങ്ങനെ പോയി കയറിയിട്ട് പെർഫോമൻസ് പീക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രൻസ് എക്സാം വരണം. അത് വന്നില്ലെങ്കിൽ അത് കഴിഞ്ഞൊരു ഡൗൺഫോളും ആ ക്രസ്റ്റും ട്രഫും എല്ലാവർക്കും ഉണ്ടാവും. ആ ട്രഫിൻ്റെ ടൈമിലാണ് നമുക്ക് എക്സാം വരണമെന്നുണ്ടെങ്കിൽ കിട്ടൂല. അപ്പം നമ്മളെക്കാളും പഠിക്കാൻ മോശമുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ കിട്ടുകയും ചെയ്യും, കാരണം അവരുടെ പെർഫോമൻസ് പീക്ക് ചെയ്ത ടൈം ആയിരിക്കും. അപ്പം അതുകൊണ്ട് അയാൾ പറഞ്ഞത്, ഞാൻ എന്താ ചോദിക്കാൻ കാരണം വെച്ചാൽ ഞാൻ ടോൾഡ് ഹിം ഐ ആം ഗോയിങ് ടു മറ്റേ ലീവ് മൈ ജോബ്, ഞാൻ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സീനിയർ പറഞ്ഞ ഐഡിയ, നീ ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്യണ്ട, ലാസ്റ്റത്തെ 6 months പ്രിപ്പയർ ചെയ്താലേ നിന്റെ പീക്ക് എൻട്രൻസ് ടൈമിൽ വരുള്ളൂ. അപ്പൊ ഈ ആദ്യത്തെ 6 months നീ വർക്ക് ചെയ്യേ, അതിന്റെ ഒപ്പം ചെറുതായിട്ട് പഠിച്ചോണ്ടിരിക്കണം. പിന്നെ നന്നായി പഠിക്കണത്, ഇരുന്ന് പഠിക്കണത് ലാസ്റ്റ് 6 months മതി. അതൊരു ഐഡിയ ആയിട്ട് തോന്നി എനിക്ക്. ശരിയാണ്, കുറെ എൻട്രൻസ് ആ ടൈമിൽ വരുമ്പോഴാണ് കിട്ടുന്നത്. പിന്നെ ഇത്രയും വാസ്റ്റ് സിലബസ് അല്ലേ, അത് എല്ലാം ഓർത്ത് വെക്കാനും നമുക്ക് ആദ്യം മുതലേ പഠിച്ചത് മുഴുവൻ പിന്നെയും ലാസ്റ്റ് 6 months ഒന്നും കൂടി റിവൈസ് ചെയ്യേണ്ടിയും വരും. അപ്പൊ ആ ഒരു
സമയത്ത് അതൊരു നല്ല ഐഡിയ ആണ്. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അവർക്ക് അടുത്ത 2026 എഴുതുന്ന ആൾക്കാർക്ക് ഇത് ശരിക്കും വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ നല്ലൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു. എനിക്ക് അങ്ങനെ ഇന്റർവ്യൂ ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല, ബിക്കോസ് നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഡോക്ടറിന് ഒരുപാട് എക്സ്പെർട്ടീസും എക്സ്പീരിയൻസും ഒക്കെ പറഞ്ഞു. ഇനിയും യു ഷുഡ് കണ്ടിന്യൂ ബീങ് ഓൺ സോഷ്യൽ മീഡിയ, യു ഷുഡ് കം അപ്പ് വിത്ത് ഗുഡ് വീഡിയോസ്. പിന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പിനെയും കൂടി അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നി. എസ്പെഷ്യലി അഡോളസെന്റ് ആയിട്ടുള്ള കുട്ടികളിൽ ഒരുപാട് പേര് ഡയബറ്റീസ് വരുന്നുണ്ട്, പിന്നെ ചൈൽഡ്ഹുഡ് ഡയബറ്റീസ് വരുന്നവരുണ്ട് അല്ലെ. അപ്പം അതിനെയൊക്കെ ഒന്ന് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും തോന്നി. ഞാൻ അതൊരു ഭയങ്കര ഗ്രൂപ്പാണ് ആക്ച്വലി. അതെ അതെ അതെ. ഈ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ, ഇവിടെ MBBS സ്റ്റുഡൻസ്, എത്രയോ MBBS സ്റ്റുഡൻസ് തന്നെ എനിക്ക് പേഷ്യൻസ് ആയിട്ടുണ്ട്. ഒബിസിറ്റി ഭയങ്കര കോമൺ ആണ് അവരുടെ. ഒരു ഈ എക്സാം സ്ട്രെസ് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കാന്ന് മാത്രം. ആ സമയത്ത് തടി നല്ലവണ്ണം കൂടിയ ആൾക്കാരുണ്ട്. സ്ട്രെസ് കാരണം സ്ട്രെസ് ഈറ്റിംഗ് വരും, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് തന്നെ ഈ നൈറ്റ് ഉറക്കമില്ലാതിരുന്ന് കഴിഞ്ഞാൽ അവരുടെ സ്ലീപ്പ് സൈക്കിളൊക്കെ പോയിട്ട് അതിനെ കാരണം ഒബിസിറ്റി വന്നിട്ടുണ്ട്. ഡയബറ്റീസ് ഉള്ള എത്രയോ ഡോക്ടേഴ്സിനെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡയബറ്റീസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വാട്ട് യു ഈറ്റ്. അങ്ങനെ ഒരുപാട് വാട്ട് യു ഈറ്റ് ഈസ് ദ ലീസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. ഞാൻ അതിനെപ്പറ്റി ചോദിക്കും കൂടിയില്ല ചിലപ്പോൾ. ആൾക്കാരുടെ ഒരു മിസ്കൺസെപ്ഷൻ ആണ് ഞാൻ കഴിച്ചുകൊണ്ടാ വരണം എന്നുള്ളത്. അതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യാറില്ല. മിക്കവാറും ലാസ്റ്റ് അഡ്രസ്സ് ചെയ്യുള്ളൂ. കൂടുതൽ ഭക്ഷണം കഴിക്കുക, എന്താ നിങ്ങൾ കഴിക്കണമെന്ന് ചിലപ്പോൾ ഞാൻ ചോദിക്കും കൂടിയില്ല. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചക്കി മാങ്ങയൊക്കെ കഴിക്കുന്ന വീഡിയോ ആൾക്കാരെ കൊതിപ്പിക്കല്ലേ. അത് ആളുകളുടെ ഇടയിലുള്ള ഒരു ഇതാണ്, ലൈക്ക് ഇത് കഴിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. പക്ഷെ അതിൽ സ്ട്രെസ് ഇൻവോൾവ് ആവുന്നുണ്ട്, നമ്മുടെ ഹോർമോൺസ് ഇൻവോൾവ് ആവുന്നുണ്ട്. ഇതൊന്നും ആളുകൾ മനസ്സിലാക്കുന്നു. പിന്നെ ഒരു വളരെ സ്ട്രോങ് കോമ്പണന്റ് ജെനറ്റിക്സ് ഉണ്ട് അതില്. അതിന്റെ നമ്മൾ അതിന്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അറിയാം, പത്തോഫിസിയോളജി എടുത്ത് നോക്കിയാൽ അറിയാം. ഒരു മൾട്ടിറ്റ്യൂഡ് ഓഫ് ജീൻസ് ആർ involved in this, both type 1 and type 2 diabetes. Type 2 ആണെങ്കിലും ഒരുപാട് ജീൻസ് ഇൻവോൾവ് ആണ്. We are just scratching the surface of the genetic reasons for type 2 diabetes. നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ജെനറ്റിക് കോസ് ഇല്ലാത്തതിനൊക്കെ ടൈപ്പ് 2 ഡയബറ്റീസ് നമ്മളിങ്ങനെ ഡംപ് ചെയ്തോണ്ടിരിക്കുകയാണ്. സ്ലോലി അത് പേഴ്സണലൈസ് മെഡിസിനും ജീനോമിക്സ് ഒക്കെ വരുമ്പോൾ ഇത് കുറേ കേസൊക്കെ ആക്ച്വലി നമ്മൾ കാണുന്നത് പലതും ജെനറ്റിക് ഡയബറ്റീസ് ആയിരിക്കും. ഇപ്പം ഒരുപാട് വരുന്നുണ്ടല്ലോ, അതായത് പേഴ്സണലൈസ്ഡ് രീതിയിൽ ജീൻ തെറാപ്പി. അവരിപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് ഡേ ടു ഡേ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് മെഡിസിൻ കൊടുക്കാനൊന്നും ഇപ്പോൾ പറ്റുന്നില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് വി ക്യാൻ ടെൽ ദം ദാറ്റ് ഇറ്റ്സ് നോട്ട് ബിക്കോസ് വാട്ട് യു ഈറ്റ് അല്ലേ. സ്വീറ്റ്സ് ആൾക്കാർ വന്ന ഉടനെ പറയണതാണ്, ഞാൻ കുറച്ച് സ്വീറ്റ് കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ചെറുപ്പത്തിൽ സ്വീറ്റ്സ് ഇഷ്ടമായിരുന്നു, അത് കാരണം എനിക്ക് ഡയബറ്റീസ്. ദേ ടെൻഡ് ടു ബ്ലെയിം ദെംസെൽസ്. അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ പാരൻസിനെ അവർ ബ്ലെയിം ചെയ്യുന്നു, എന്താ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സമയത്തും. അവരത് ചോദിച്ചു നോക്കിയാൽ ഹിസ്റ്ററി നമ്മളെക്കാളും കുറവേ അവർ കഴിക്കണ്ടാവുള്ളൂ. ഞാനതാ കമ്പയർ ചെയ്യാം. എൻ്റെ പേഷ്യൻ്റ് എന്താ കഴിക്കുന്നത് ഹിസ്റ്ററി എടുത്ത് നോക്കി ജസ്റ്റ് ഒന്ന് സൂപ്പർഫിഷ്യൽ നോക്കിയാൽ എന്നെക്കാളും കുറവേ കഴിക്കണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഡയബറ്റീസ് ഒന്നും എൻ്റെ അതേ ഏജ് ഗ്രൂപ്പിൽ കാണും. നിങ്ങൾക്ക് എങ്ങനെ ഇതിനേക്കാളും കുറവ് എങ്ങനെ കഴിക്കാൻ പറയാം. അതുകൊണ്ടല്ല അപ്പൊ ഒരു കറക്റ്റ് ക്ലിയർ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പം ഒരുപാട് നെഗറ്റിവിറ്റീസും വരുന്നുണ്ടല്ലോ, നെഗറ്റീവ് കമന്റ്സ് യു ഫേസിങ്. ഈ മക്കളും പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പീപ്പിൾ അറൗണ്ട് ദം, അവരുടെ ഫാമിലീസിലുള്ളവർ തന്നെ ഭയങ്കരമായിട്ട് അവരെ നെഗറ്റീവ്ലി പറയുന്നുണ്ട്. പഠിച്ചിട്ട് കാര്യമില്ല, ഈ ഫീൽഡ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കിക്കൂടെ, അല്ലെങ്കിൽ നിന്നെ കൊണ്ട് നടക്കില്ല. ഇപ്പൊ ഡോക്ടറൊക്കെ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ, ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരാൾ, വെൻ യു ഗോ ആൻഡ് ടെൽ ഫാക്ട്സ്, അപ്പോഴും ആളുകൾ ചീത്ത വിളിക്കുകയാണ്. അപ്പോൾ വാട്ട് ഡു യു ഫീൽ ലൈക്ക് അബൌട്ട് ഓൾ ദിസ് ബുള്ളിങ് ദാറ്റ് യു ഫേസിങ് ആൻഡ് ഹൗ ഡു യു ടാക്കിൾ ഇറ്റ്? ഞാൻ വളരെ മോശമാണ് ഇത് ടാക്കിൾ ചെയ്യുന്നതിലാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കുറേ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇമോഷണൽ ആണ് ഞാൻ. എന്നെ AK-47 എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ബാച്ച്മേറ്റ്സ്. AK-47 എന്ന് പറഞ്ഞാൽ ആവേശ് കുമാർ എന്നാണ്. മറ്റേ AK-47 47th ബാച്ചാണ് കാലിക്കറ്റ്. അത് ചേർത്തിട്ട് AK-47 വിളിക്കും. ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലാവും, ആവേശം കൊള്ളുന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ അതിപ്പോഴും കാണുന്നു തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് എൻ്റെ ക്രിയേറ്റിവിറ്റി അത് കാരണമെന്ന് തോന്നുന്നു. കാരണം സ്മോൾ തിങ്സ് ആർ ഇൻഫ്ലുവൻസിങ് മീ, ദാറ്റ്സ് വൈ ഐ ആം ഏബിൾ ടു ക്രിയേറ്റ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്രിയേറ്റേഴ്സിനൊക്കെ ഉള്ള ഒരു മാഡ്നസ് ആണെന്ന് തോന്നുന്നു അത് അല്ലേ. പക്ഷേ ഇപ്പൊ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഐ എം ഇൻ ടു മെഡിറ്റേഷൻ. ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇപ്പൊ ഈ നമ്മുടെ ഒരു ബുദ്ധിസ്റ്റ് വേ ഓഫ് മെഡിറ്റേഷൻ ഉണ്ടല്ലോ, നമ്മുടെ മൈൻഡ്ഫുൾനെസ് ടെക്നിക്ക്, ഭയങ്കര യൂസ്ഫുൾ ആണ്. മാനിഫെസ്റ്റിംഗ് ഗുഡ് തിങ്സ് ആൻഡ് അങ്ങനെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് മെഡിക്കേഷൻ, അതിനെ മെഡിറ്റേഷൻ ഇസ് വെരി യൂസ്ഫുൾ ഫോർ കൺട്രോളിങ് ഡയബറ്റീസ്. അതൊക്കെ ഞാൻ ഇപ്പോഴാണ് അതിനെപ്പറ്റി വായിക്കുന്നത് ആക്ച്വലി.
ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാനാണെങ്കിലും ശരി, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനാണെങ്കിലും, ഈ എക്സാംസ് ക്ലിയർ ചെയ്യാനാണെങ്കിലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സൈബർ ബുള്ളിങ് എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ റെസ്പോണ്ട് ചെയ്യാൻ, നമ്മുടെ ഓരോ സിറ്റുവേഷൻ നമ്മൾ റിയാക്ട് ചെയ്യാൻ മാത്രമല്ല, പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ തോന്നും ഞാൻ റിയാക്ട് ചെയ്യണമെന്ന്, പക്ഷെ കുറേയൊക്കെ ഞാൻ റെസ്പോണ്ട് ചെയ്യണതാണ്. എല്ലാത്തിനും നമ്മുടെ റിയാക്ഷന്റെ ആവശ്യമില്ല, ഇറ്റ്സ് നോട്ട് നീഡഡ്. പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി തന്നെ ആയിരിക്കുമേ. കാരണം ഈ ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് ഞാൻ അതിനെ എടുത്ത് പിന്നെയും പോസ്റ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഞാൻ അതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് വേറെ സ്ഥലത്ത് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. അതൊക്കെ അതിനെപ്പറ്റി ഒരു കോൺവെർസേഷൻ വേണമെന്ന് തോന്നുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. സൈബർ ബുള്ളിങ് ആണെങ്കിലും ശരി, ഇതും ഒരു പ്രശ്നമാണ്. ആൾക്കാർക്ക് ഇപ്പോൾ അങ്ങനെ പേര് എടുത്ത് വിളിക്കുക, ഒരാളെ തടിയാന്ന് വിളിക്കുന്നത്, മൊട്ടാന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ച് ഐ എം എ പ്രൗഡ് ഇത് അങ്ങനെ നമ്മൾ നമ്മുടെ നെഗറ്റീവ്സിനെ വിചാരിച്ച് നമ്മൾ ഒരാൾ പറയുന്നത് കേട്ടിട്ട് സങ്കടപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിനെ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. പീപ്പിൾ വിൽ ബി ജഡ്ജിങ് whatever you do. അവരിങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. അത് ശരിയാണ്. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു, നല്ലൊരു ഇൻട്രാക്ഷൻ ആയിരുന്നു. സോ ഫോർ ദ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് ഹു ആർ ഗോയിങ് ടു റൈറ്റ് ദി അപ്കമിങ് നീറ്റ് ഓർ ഗോയിങ് ടു പ്രിപ്പയർ ഫോർ നീറ്റ്, ഒരു നല്ലൊരു വിഷ് പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ അപ്പോൾ താങ്ക്സ് ഫോർ ലിസണിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഡോക്ടേഴ്സിൻ്റെ ഇനി ലൈഫില്ല, ഫ്യൂച്ചറില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരും, എന്നെ ഇപ്പോഴും പേടിപ്പിക്കുന്ന ആൾക്കാർ, AI വരും, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരും, അതോടുകൂടി ഡോക്ടേഴ്സിൻ്റെ പണിയൊക്കെ പോകും, നിങ്ങൾ വലിയ അഹങ്കാരമൊന്നും കാണിക്കണം എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഡോക്ടേഴ്സ് ആർ ഹിയർ ടു സ്റ്റേ. ഇങ്ങനത്തെ ഇതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലും ഇപ്പോഴും ഡോക്ടേഴ്സ് വേണം. ബിക്കോസ് പേഷ്യൻ്റ് ഹ്യൂമൻ ബീങ് ആണെങ്കിൽ ഡോക്ടർ ഹ്യൂമൻ ബീങ് ആയി പറ്റും. കറക്റ്റ്. അല്ലെങ്കിൽ ഇപ്പോൾ ബാക്കി എന്തൊക്കെ അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ വന്നാലും ശരി, ഫൈനലി വാട്ട് മാറ്റേഴ്സ് ഇൻ ദ ഹീലിംഗ് പ്രോസസ് ഈസ് ദ ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ദ ഡോക്ടർ ആൻഡ് ദ പേഷ്യൻ്റ്. പേഴ്സണൽ കണക്ട്, ഇമോഷണൽ കണക്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എല്ലാവരും പറയുമല്ലോ നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് ഭയങ്കര കൂടുതലാണ്, ഭയങ്കര ഇതാണ്, സാച്ചുറേറ്റഡ് ആണ്. പക്ഷേ വെൻ യു ഗോ അബ്രോഡ്, ഫോറിൻ കൺട്രീസിൽ പോകുമ്പോൾ പീപ്പിൾ ആർ സഫറിങ് ദർ, യുനോ, ഭയങ്കര കണ്ടീഷൻസ് വന്ന് ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ മാസങ്ങളോളം വെയിറ്റ് ചെയ്യണം. എന്നിട്ട് ക്യാൻസറൊക്കെ പോലുള്ള കണ്ടീഷൻസ് വന്ന് ട്യൂമർ ഉണ്ടായി അത് മിസ്സായി അങ്ങനെ മരിച്ചുപോയ കേസ് വരെ ഉണ്ട്. അപ്പോൾ ഐ തിങ്ക് പീപ്പിൾ ആർ സ്റ്റിൽ നോട്ട് റിയലൈസിങ്. എന്നാലും പുറത്ത് പോകണം, വേറെ രാജ്യത്ത് പോകണം, അവിടെ സെറ്റിൽ ആവണം, അവിടെയാണ് ഗുഡ് ലൈഫ്, ബെറ്റർ ലൈഫ് എന്നുള്ള ഒരു ഇതാണെന്ന് തോന്നുന്നു. അത് ഇവിടുത്തെ സിറ്റുവേഷൻ്റെ മോശമായതുകൊണ്ടാണ്. നമ്മൾ ഇവിടെ ഭയങ്കര ജഡ്ജ്മെന്റും, നമ്മൾ ഇന്ന് കണ്ടില്ലേ ഇന്ത്യയുടെ ഹാപ്പിനെസ് സ്കോർ എന്താ 150, അത്രയാണ് കൺട്രി. നമ്മള് ഓൾഡ് കൺട്രീസിൽ 190 കൺട്രീസിൽ 150 ആണ് നമ്മുടെ സ്കോർ. പക്ഷേ ഫിൻലാൻഡ് പോലത്തെ രാജ്യങ്ങൾ അവർ അങ്ങോട്ട് ജഡ്ജ് ചെയ്യില്ല, ആവശ്യമായിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകും. ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, നല്ല കാര്യങ്ങൾ. നമ്മുടെ അതിലെ കുറ്റം പറയേണ്ട ആവശ്യം പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും, ഞാനിപ്പോ എന്തായാലും ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചല്ലോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ സൊസൈറ്റി കുറച്ചെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ഇത് അടുത്തൊരു വേറൊരു സംഭവം കൂടി വായിച്ചു. വാട്ട് എവർ സാഡ്നെസ് ഈസ് ദെയർ in this world is because of people who think about their own happiness. Correct. And whatever happiness is there in this world is because of people who think about other people's happiness. Yes. അങ്ങനെ ഒരു സംഭവം വായിച്ചു. അത് ശരിയാണ്, സത്യമാണ്. Yeah. Okay. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോക്ടർ. ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വിഷിംഗ് യു ദ വെരി ബെസ്റ്റ്. ഡോക്ടർ വിഷ്ണു, ഞങ്ങളുടെ ഫ്യൂച്ചർ ഡോക്ടേഴ്സിനൊരു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.